നല്ല അടിപൊളി പഞ്ഞിക്കെട്ട് പോലത്തെ പതയിൽ കുളിച്ചും കളിച്ചും ഇവരെല്ലാം കൂടി പോകുന്ന കാവിൻ്റെ പേരാണ് നമ്മളെ മാവിലയുള്ള പുനത്തുംകണ്ടി മടപ്പര മോച്ചേരി. അങ്ങനെ ഞാൻ മടപ്പരക്കിലെത്തിയപ്പോൾ മുത്തപ്പൻ ഉണ്ടായിരുന്നു, അതുപോലെ ഗുളികന്മാരുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അന്നേരമല്ല അന്ന് നമ്മളെ നല്ല അടിപൊളിയായിട്ട് ആദ്യത്തെ കലശം വന്നു. നല്ല ടിപ്പിക്കൽ കലശം, അതുകൊണ്ട് നല്ല അടിപൊളി ചെണ്ടമേളവും കലശവും അതൊരു ഒന്നൊന്നര വൈബാണ്. അങ്ങനെ നല്ല വൈബിലൊക്കെ അവർ പോയാൽ നല്ല വലിയ ലോറിയും പിടിച്ചിട്ട് ശ്രീ കൂർമ്പ ചെറുമാവില എന്ന് പറഞ്ഞ അടുത്ത ടീം വന്നു. നല്ല തീയെല്ലാം പാറ്റിയിട്ടുള്ള വീരത്താണ്. അതിൻ്റെ കൂടെ ചെറിയ വെടിക്കെട്ടുമായിട്ടുള്ളതായിട്ട് അടിപൊളി കലശേനെ ഇവർ. പിന്നെ ഒരു അടിപൊളി ഡി ജെ എന്നെല്ലാം പറഞ്ഞാൽ ഗിച്ച് 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 പറഞ്ഞിട്ട് കുറേ പിള്ളേർ, ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു. ചെറുതും വലുതുമായിട്ട് അങ്ങനെ കുറേ ആൾക്കാർ. അതിനുശേഷം തീയും പാറ്റിയിട്ട് പിന്നെയും വേറെ ടീം വന്നു, പടിഞ്ഞാറൻ സാറിന്. അവർക്ക് പോപ്പുലറായിട്ട് അവരെയും സൂപ്പർ പരിപാടി, നല്ല അടിപൊളി 2 കലശം, അതിൻ്റെ കൂടെ അടിപൊളി ഡി ജെ എന്നെല്ലാം പറഞ്ഞാൽ മറ്റേതുപോലെ തന്നെ ഗിച്ചും കുറേ ആൾക്കാർ. ഒരു നാട് ഒഴുകി വരുന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം അത്രയും ആൾക്കാർ ഇങ്ങനെ ഒഴുകി അവരങ്ങനെ പോയി. പിന്നെ എല്ലാവരും തീ പാറ്റി വന്നേരം വേറൊരു ടീം നല്ല പതയും പാറ്റിയിട്ടാണ് വന്നത്. ഡിഫൻഡേഴ്സ് ചെറുമാവലി എന്ന് പറഞ്ഞ ടീമാണ് പതയും കൊണ്ടുവന്നത്. പത എന്നെല്ലാം പറഞ്ഞാൽ എന്താ പിള്ളേർക്ക് എല്ലാവർക്കും സൊള്ളാണ്. കാരണം ഇങ്ങനത്തെ ഒരു വൈബ് ആദ്യമായിട്ടാണ്. പിന്നെ അൺലിമിറ്റഡ് പതയാണ്, അങ്ങനെ പിശിക്കൊന്നും കാണിച്ചില്ല. ചില പോപ്പർ അടിക്കുന്ന ടീമെല്ലാം കുറച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്തും. ഇവർ നല്ല പാങ്കൽ അടിച്ചുകൊണ്ട് എല്ലാവർക്കും സൊള്ളു. കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല, ഇതെല്ലാം കണ്ടിട്ട് വലിയ ആളും ഭയങ്കര വണ്ടറടിച്ചിട്ട് നിൽക്കുന്നത്. നല്ല അടിപൊളി പരിപാടി തന്നെ. അതിൻ്റെ കൂടെ അവർക്ക് കലശം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറേ പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരാണ് ഈ കലശത്തിൻ്റെ എല്ലാം മെയിൻ സംഭവം. പിന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളി തമ്പാലുണ്ടായിരുന്നു. തമ്പാൽ നല്ല സൂപ്പർ മുട്ടല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇവരുടെ പേര് വായിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ശരി, അടുത്ത കാവിൽ വെച്ചിട്ട് അടുത്ത വ്ളോഗ് കാണാം. ഓക്കെ, ബൈ.